പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ചുവെന്ന പോക്സോ കേസിരയുടെ ആത്മഹത്യാക്കുറിപ്പ്. ഫറോക്ക് CI ആയിരുന്ന C. അലവിക്കെതിരെയാണ് 2022 തേഞ്ഞിപ്പലം സ്വദേശിയായ പെൺകുട്ടി ആരോപണം ഉന്നയിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. തെളിവെടുപ്പിനിടെ അപമാനിച്ചുവെന്നും CI കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായെന്നും ആയിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, 2022 ഈ സംഭവം ഉണ്ടാകുന്നത്. 3 വർഷങ്ങൾ കഴിയുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. കാരണം അത്രയും പീഡനം സഹിച്ച്, അത്രയും ദുരനുഭവം സഹിച്ച് ഏതെങ്കിലും രീതിയിൽ പരാതി കൊടുത്ത് അതിജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അത്രയും മോശമായ പെരുമാറ്റം ആ പെൺകുട്ടി നേരിട്ടത്. ആ വേദനിക്കുന്ന വാക്കുകൾ ആത്മഹത്യാക്കുറിപ്പിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അലവി ഇപ്പോൾ എവിടെയാണ്? പ്രൊമോഷനാണോ കൊടുത്തത്? ആര്യ, ഈ അലവി ഇപ്പോൾ മലപ്പുറം C ബ്രാഞ്ചിലെ DYSP ആണ്. ഉയർന്ന പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിൽ പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ വർഷം 2022 ഞാൻ തോന്നുന്നു ശുപാർശയും പോയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ അദ്ദേഹം ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവവും സങ്കടകരവുമായ കാര്യം. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു പരാതി, ഒരാൾ പരാതി നൽകുന്നു. അതേ തുടർന്ന് ഒരു യുവാവിനെ, അനീഷ് എന്ന യുവാവിനെ വിളിപ്പിക്കുന്നു, മൂത്തടം സ്വദേശിയെ. തുടർന്ന് ഈ പരാതിക്കാരുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നു. ആ തടയാനെത്തിയ ആ സമീപത്തുള്ള വനിതാ സെല്ലിലെ വനിതാ പോലീസ് ഓഫീസർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, അത് ഈ അനീഷിന്റെ സഹോദരിയാണ്. തടയാനെത്തിയപ്പോൾ ഗർഭിണിയായി അവരെ കൂടി വിട്ടി വീഴ്ത്തുന്നു ഉൾപ്പെടെ. ആ കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രതിയായിരിക്കെയാണ് ഈ അലവിക്ക് അവിടെ അന്നത്തെ SI ആയിരുന്നു, SI അലവിക്ക് പ്രൊമോഷനും ഒക്കെ ലഭിച്ചത്. അതിനുശേഷം പിന്നീട് ഫറോക്കിൽ അദ്ദേഹം CA ആയി ചുമതലയേറ്റിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളിപ്പോൾ ഇന്ന് പുറത്തുവിടുന്ന വാർത്ത ഏറ്റവും അതീവ ഗൗരവപരമായ കാര്യം. അതായത് 2022 ആ പെൺകുട്ടി പോക്സോ കേസിൽ 6 പേരുടെ പീഡനത്തിനിരയായ പെൺകുട്ടിയാണ്. അവർ പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു ആത്മഹത്യാ ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൽ, ആ കേസിൽ നടത്തിയ ആത്മഹത്യാ കുറിപ്പിലാണ് അന്നത്തെ ഫറോക്ക് CI എന്ന അലവിക്കെതിരെ അതിഗുരുതരമായ പരാമർശങ്ങളുള്ളത്. ആ പെൺകുട്ടി തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ക്രൂരമായ രീതിയിലുള്ള പീഡനം നടന്നു, പല സമയങ്ങളിലായി പീഡനം നടന്നു. ആ സംഭവത്തിൽ, ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അലവിക്കെതിരെ ആരോപണങ്ങളുണ്ട്. അതായത് ഈ പരാതിയുമായ കുടുംബം ആദ്യം ആ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് വളരെ മോശമായാണ് പെരുമാറുന്നത്. പിന്നീടൊക്കെ വലിയ സമ്മർദ്ദവും വാർത്തയും ഒക്കെ വന്ന ശേഷമാണ് കേസെടുക്കുന്നത് തന്നെ. പിന്നീട് ആ കേസെടുത്ത് ആ പെൺകുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ആളുകളുടെ മുമ്പിൽ വെച്ച്, ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെയും ഉമ്മയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ആ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ചെയ്തു. ഈ അലവി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, CI അലവി, ആ പേരെടുത്ത്, CIയുടെ പേരെടുത്ത് ആ പെൺകുട്ടി ആത്മഹത്യയെക്കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. തന്നെയും തൻ്റെ സുഹൃത്തായ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിനെയും ഒക്കെ കേസിൽ കൊടുക്കും, കുടുംബത്തെയും ഒക്കെ കേസിൽ കൊടുക്കും. ഈ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ, പരാതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അലവി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ കുറിപ്പിൽ പറയുന്നത്. സങ്കടകരമായ കാര്യം, ആ കുറിപ്പ് എഴുതി വെച്ച് പിന്നീട് വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യുകയാണ്. ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെ ഈ ഭൂമിയിലില്ല എന്നുള്ളതിനാണ്. അതിന് ഉത്തരവാദി ആരാണ്? ഞാൻ പറയുന്നത് ഷഹീദ്, വീണ്ടും ഈ ആത്മഹത്യാ കുറിപ്പൊക്കെ ചർച്ചയാകുന്നുണ്ട്. ശരി, പക്ഷേ 2022 പിണറായി സർക്കാർ തന്നെ ആയിരുന്നല്ലോ. അന്നും ഇതിൽ ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. എങ്ങനെയാണ് പിന്നെ അലവി DYSP ആകുന്നത്? ബാഡ്ജ് ഓഫ് ഓണർ എന്തിനാണ് നൽകിയത്? എന്ത് സേവനത്തിനാണ് ബാഡ്ജ് ഓഫ് ഓണർ? ആര്യ, അതാണ് ഏറ്റവും അതീവ ഗൗരവത്തിലുള്ള വിഷയം. അതായത് നമ്മുടെ ഇത്തരം ആരോപണത്തിൽ ഇരയായ അല്ലെങ്കിൽ കേസിലെ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സംവിധാനം എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണത്. ഞാൻ അതിനു മുമ്പ് ഈ പെൺകുട്ടി, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാവ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുരുതരമായ കാര്യങ്ങളാണ് മകൾ ആ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത്. അന്ന് CIയുടെ ഭാഗത്തു നിന്നുണ്ടായ ബുദ്ധിമുട്ട് എന്തായിരുന്നു? എങ്ങനെയാണ് CI അപമാനിച്ചത് നിങ്ങളെ? CI അപമാനിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ മനസ്സാകെ തകർക്കും വിധം അനാവശ്യം പറയും ഇതാക്കും ചെയ്തുങ്ങാണ്ട് എന്നെയും മോളെയും അത്ര മനസ്സിൻ്റെ അത്ര ആഘാതമായിട്ടിരിക്കണ്. അങ്ങനെ തെളിവെടുപ്പിന് ഞങ്ങൾ സംഭവസ്ഥലം കാണിച്ചു കൊടുക്കാൻ പോയ സമയത്താണ് അത്രയും ക്രൂരായിട്ട് എൻ്റെ മോളോട് പെരുമാറിയത്. മോള് കരഞ്ഞ് ഇതായിന്. പിന്നെ ആ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഇടയിലിട്ടിട്ട് മോശമായിട്ട് ഞങ്ങളെ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെ എല്ലാം പറഞ്ഞ കാരണത്താൽ മോക്ക് ഒന്ന് തല ഉയർത്തി നടക്കാൻ വയ്യാത്ത തോതിലായിരുന്നു. എല്ലാവരും ഞങ്ങളെ മറ്റൊരു രീതിയിൽ ആണ്
കാണപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടാണോ പോലീസ് ഇയാളിങ്ങനെ പറഞ്ഞത്? ആളുകൾക്കിടയിൽ നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് പ്രതികളെ ഒപ്പം ചേർന്നുങ്ങാണ്ട് നിന്നുങ്ങാണ്ടാണ് ഞങ്ങളെ എന്താക്കിയത്, മോശമായിങ്ങാണ്ട് ചിത്രീകരിച്ചത്. ഓൽക്ക് കേസ് ജയിക്കണം, പ്രതികളെ കേസ് ജയിപ്പിച്ചു കൊടുക്കണം. പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനൊക്കെ ചെയ്തത്. വളരെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പെരുമാറിയിരുന്നു. ഞങ്ങളോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തൊരു ഒച്ചവിലാണ് സംസാരിച്ചതെന്നറിയോ? അങ്ങനെ ഒച്ചിട്ടുങ്ങാണ്ട് സംസാരിച്ചിട്ട് മോളെ പിന്നെ ഇതായി. അങ്ങനെയൊക്കെയാണ് അവസാനം മോള് അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ ഫഹ്മൽ എന്ന് പറഞ്ഞ ഓനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 10 മിനിറ്റ് ഒന്ന് സംസാരിക്കാനാണ് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഓനെ എന്താക്കി, അവിടുന്ന് DGPക്ക് ഓനും കൂടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പുറലോകം കാണിക്കില്ല അറിഞ്ഞ് ഓനെ അടിച്ച് ഓനും ഹോസ്പിറ്റലിലായി. കേസ് പെടുത്തു എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഭീഷണിപ്പെടുത്തിങ്ങാണ്ട് പിന്നെ മോളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല എന്ന് വാശി. ഒരു തെളിവെടുപ്പ് ദിവസം ഉണ്ടായ സംഭവത്തിന് ശേഷം മോള് ഈ കാര്യം പറഞ്ഞിരുന്നോ നിങ്ങളോട്? ഈ സങ്കടം പറഞ്ഞിരുന്നോ? ഈ പ്രയാസങ്ങളൊക്കെ എനിക്ക് ഇനി ആരെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റൂല. പോലീസ് അങ്ങനെയല്ല നമ്മളോട് ക്രൂരത കാട്ടിയത്. പിന്നെ പോലീസ് വേഷത്തിൽ പോലീസ് ജീപ്പിലാണ് വന്നുങ്ങാണ്ട് പിന്നെ ഈ സംഭവ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഇത്രയൊക്കെ അനാവശ്യം പറയലും പിന്നെ നാട്ടുകാരെ പിന്നെ ഈ കേസ് എങ്ങനെയാണ് ഒരു സാധാരണഗതിയിൽ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കേസാണിത്. അതിന് ഇവര് പരസ്യമാക്കിങ്ങാണ്ട് ഒന്നാകെ നാറ്റിക്കുക ചെയ്തത്. അതായത് പോലീസ് ജീപ്പിൽ പോലീസ് വേഷത്തിൽ നിങ്ങളെ മോളെ കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് വേഷത്തിലും പോലീസ് ജീപ്പിലും ആണ് പോലീസുകാർ എപ്പം തെളിവിപ്പിന് വരികയാണെന്നുണ്ടെങ്കിലും വന്നതും നാട്ടുകാർക്കൊക്കെ അറിയാം. എല്ലാവരും അവിടെ അങ്ങാടി വരെ പോയിങ്ങാണ്ട് നാട്ടുകാരോട് പോലീസുകാർ പറഞ്ഞു അങ്ങനെ ഒരാളാണെന്നൊക്കെ. അങ്ങനെ നാട്ടുകാരുടെ അടുത്തൊക്കെ പോയിങ്ങാണ്ട് അവിടുത്തെ പീഡിയക്കാരോട് വരെ പോലീസുകാർ അവിടുന്ന് പോയിങ്ങാണ്ട് പറഞ്ഞിരിക്കണ്. CI അലവിയാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ പരാതി കൊടുത്തിരുന്നില്ല അലവിക്കെതിരെ? പരാതി കൊടുത്തിട്ടുണ്ടായിനി. പരാതി കൊടുത്തിട്ടൊന്നും ഒരു അന്വേഷണമോ കാര്യമോ ഒന്നും ചെയ്യണില്ല. പരാതി കൊടുത്തിട്ടും ഈ അലവിക്കെതിരെ യാതൊരു നടപടിയും എടുക്കണില്ല. കമ്മീഷണർ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിൽ അലവിക്കെതിരെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ പറഞ്ഞാണ്. എന്ത് പറഞ്ഞിട്ട് എന്താണ്? അലവി വെലസി നടക്കന്നെ. അലവി എന്ന് പറഞ്ഞ ആള് ഇത്രയും ഇനിയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനത്തെ പോലീസുകാരെ ഡ്യൂട്ടിയിലിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉറപ്പാണ് ഒരു പെൺകുട്ടികളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ തെളിവ് മുഴുവനും നശിപ്പിക്കാനായിട്ട് നടക്കുക. എല്ലാ തെളിവും നശിപ്പിച്ചിട്ട് പിന്നെ കേസ് ഇല്ലാതാക്കണം. പ്രതികളെ ഭാഗം നിൽക്കുക, കൈക്കൂലി വാങ്ങുക, അതൊക്കെയാണ് ഈ പോലീസിൻ്റെ പ്രധാന ഇത്. പുറമെ ഒന്നും അറിയൂല. ഒക്കെ മറ്റുള്ള പോലീസുകാരൊക്കെ നമ്മളെ മുന്നിൽ നിന്നാണ് അത് കണ്ണുരുട്ടിങ്ങാണ്ട് ഇങ്ങനെ പേടിപ്പിക്കും പോലീസുകാരോട്. എന്നിട്ട് മറ്റേ പോലീസുകാരോട് ഇതല്ലേ സത്യം എന്നുള്ള കാര്യം ഞങ്ങൾ പറയുമ്പോൾ മറ്റേ പോലീസ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ സാറ് ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ അത് പറയുന്നതേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. സ്റ്റേഷനിൽ പോയ സമയത്ത് നിങ്ങളോട് വളരെ മോശമായിട്ട് അവിടുത്തെ പരാതിപ്പെടാൻ പോയ മോശമായിട്ട് പെരുമാറി. പരാതിപ്പെടാൻ പോയ സമയത്ത് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നോട് മോളോട് മോശമായിട്ട് പെരുമാറി, അനാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ബോധിപ്പിച്ചും ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് എഴുതി കൊടുത്തതിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ ആദ്യം ദേഷ്യപ്പെടുക ചെയ്തത്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് എയറോപ്ലെയിൻ വിളിക്കേണ്ടീനിയോ, അങ്ങോട്ടേക്ക് വരാൻ വിമാനത്തിൽ വരണ്ടീനി, വന്ന് ഇറങ്ങണ്ടീനിയോ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഞങ്ങൾക്ക് ആളുകളെ മുമ്പിൽ വെച്ചിട്ട്. അത്രേ ജനങ്ങളുണ്ട്. അത് പ്രത്യേകിച്ചും അവിടെ ഒരു പിന്നെ അടുത്തടുത്ത് വീടുകളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ചെങ്ങാണ്ടാണ് ഇത്രയും മോശമായിട്ട് ഞങ്ങളോട് ഇതാക്കിയത്. എന്നിട്ട് അയൽവാസികളുടെ അടുത്തൊക്കെ പോയിങ്ങാണ്ട് ഞങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊടുത്തേക്കുക. ആര്യ, ഇത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യം നടന്നതിനെ കുറിച്ച് ഉമ്മ പറയുന്നു. പക്ഷേ അതീവ സങ്കടകരവും ഗൗരവത്തിലുള്ള കാര്യം ഈ അതിജീവിത അല്ലെങ്കിൽ ആ സമയത്ത് അതിജീവിതയായിരുന്നു ആ പെൺകുട്ടി. പീഡിപ്പിക്കപ്പെട്ട ആളെക്കുറിച്ച് പോലീസിന് മൊഴി നൽകി പരാതി നൽകി ആ കുടുംബം, ആ ഉമ്മയും ആ പെൺകുട്ടിയും കൂടി ആ പ്രതികളെ ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി നിയമ പോരാട്ടം നടത്താൻ ഇറങ്ങിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകം ഈ CI അലവി, ആ കാലത്ത് അന്ന് ഫറൂഖ് CI ആയിരുന്നു ഇയാൾ,
ഇയാളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലുള്ള നിലപാട് ഈ പെൺകുട്ടിയോടും മാതാവിനോടും കുടുംബത്തോടും ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ മനം നൊന്ത് വിഷമിച്ചാണ് ആ കുട്ടി പിന്നീട് ആദ്യം ഒരു ആത്മഹത്യാശ്രമം നടത്തി, പിന്നീട് മാസങ്ങൾക്ക് ശേഷം പിന്നീട് ആത്മഹത്യ ചെയ്ത് ആ കുട്ടി മരിക്കുകയാണ്. അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞത്. ആദ്യം സൂചിപ്പിച്ചത് നേരത്തെ ചോദിച്ച കാര്യം, അതിനുശേഷം പിന്നീട് പല സംഭവങ്ങളും ഉണ്ടായി. അദ്ദേഹം പിന്നീട് ഈ ഫറോക്ക് CI ആയിരുന്ന അലവി പിന്നീട് മറ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. സമാനമായ അല്ലെങ്കിൽ മറ്റ് പല പരാതികളും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. പക്ഷേ അതൊന്നും ഇയാളുടെ പ്രൊമോഷൻ്റെ ഒരു തടസ്സവും ഉണ്ടായില്ല എന്നുള്ളതിനാണ്. നിലമ്പൂർ കേസിലെ FIR ഉള്ള അല്ലെങ്കിൽ കേസിലെ പ്രതിയാണ്, പോലീസ് സ്റ്റേഷൻ മർദ്ദന കേസിലെ പ്രതിയായിരിക്കുകയാണ് നിരന്തരമായ പ്രൊമോഷൻ ഇയാൾക്ക് ലഭിച്ചത്. ആത്മഹത്യാ കുറിപ്പ് കേരളം കണ്ടതാണ്, കേരളം വായിച്ചതാണ്. ആ പ്രതികൾ രണ്ടുപേരും ഈ കേസിലെ പോക്സോ കേസിലെ 2 പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു. പ്രോസിക്യൂഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന ഒരു വിഷയമായിരുന്നു ഇത്. അത് മാത്രമല്ല, എത്രത്തോളം മോശമായാണ് ആ പെൺകുട്ടിയോടും പോലീസ് വേഷത്തിലാണ് മൊഴിയെടുക്കാൻ പോലും പോയിരുന്നത് അലവി. അപ്പോൾ അന്ന് മുതൽ എന്തോരം അത്രയധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ കുട്ടി അവസാനം നിവൃത്തിയില്ലാതെ, സഹിക്കാൻ വയ്യാതെ, ഇനിയും വേദനിക്കാൻ വയ്യാതെ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. പക്ഷെ നേരിട്ട ക്രൂരതകൾ അത് എണ്ണി എഴുതി വെച്ചു. എന്നിട്ട് പോലും ഒരു നടപടി അലവിക്കെതിരെ ഉണ്ടായിട്ടില്ല.